LDF യാതൊരു പരിശ്രമവും നടത്തുന്നില്ല അവരുടെ വാക്ക് പാലിക്കാൻ മദ്യവർജനത്തിന് വേണ്ടി. നിങ്ങൾ നോക്ക്, കേരളത്തിൽ ഒരു എക്സൈസ് ഒരു ബാറിന്റെ വാർഷിക ഫീസ് എത്രയാണ്? 2016 ഈ 29 ബാർ മാത്രമേ ഉണ്ടാകുമ്പോൾ ഹാഷ്മി അത് 10 ലക്ഷത്തിൽ താഴെയായിരുന്നു. ഇപ്പൊ അത് 35 ലക്ഷം രൂപയാണ്. ഓരോ വർഷവും, ഒരു വർഷത്തേക്കല്ല കേട്ടോ, ഓരോ വർഷവും 35 ലക്ഷം രൂപ വെച്ചിട്ട് അടക്കണം ഓരോ വർഷവും. എന്നിട്ട് 2016 ഞങ്ങൾ വരുമ്പോൾ ഉണ്ടായിരുന്നത് 3 ഇരട്ടി വർദ്ധിപ്പിച്ച് 35 ലക്ഷം രൂപയാക്കി. ഈ കഴിഞ്ഞ ഓരോ വർഷവും അത് വർദ്ധിപ്പിച്ചു. 2021 വരുമ്പോൾ 29 ലക്ഷമാണ് ഉണ്ടായത്. ഈ 5 വർഷം കൊണ്ടാണ് അത് 35 ലക്ഷത്തിലേക്ക് എത്തിച്ചത്. എന്തിനാ ബാറിന്റെ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കുന്നത്? താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ വരുമാനം കൂട്ടുക മാത്രമല്ല, ഉയർന്ന ഫീസ് ഓരോ വർഷവും അടക്കേണ്ടി വരുമ്പോൾ ഈ വ്യവസായത്തിലേക്ക് വരാനുള്ള താല്പര്യം സംരംഭകരിൽ കുറക്കുക. ഇതാണ് കാഴ്ചപ്പാട്. ഇതിന്റെയൊക്കെ ഇവൻ പൊട്ടനാണ് മുതലാളി. കർണാടകത്തില് കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് വേണമെങ്കിൽ ഒരു ചെറിയ തട്ടുകട തുടങ്ങിയാൽ നിങ്ങൾക്ക് 4 ലക്ഷം രൂപ അടച്ചാൽ ബാർ ലൈസൻസ് കിട്ടും. കേരളത്തിൽ ഒരു ബാർ ലൈസൻസ് ലൈസൻസ് ഫീസ് വർധനമുള്ളതുകൊണ്ട് എന്തൊരു വാദമാണ് ശ്രീ മുസ്തഫ. ലൈസൻസ് ഫീസ് വർധനമുണ്ട് ആ വ്യവസായത്തിലേക്ക് വരാൻ താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരു നിക്ഷേപന്റെ പേര് പറയാമോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പക്ഷെ ഒരറിവും ചെറുതല്ല. ഇവിടെ മുസ്തഫ സാഖാവ് പറയുന്നതാണെന്നറിയോ, നിങ്ങൾ ഈ മദ്യപാനിയെ അഡ്രസ് ചെയ്യേണ്ട, മദ്യപാനിയെ അഭിസംബോധന ചെയ്യേണ്ട, മദ്യ കച്ചവടക്കാരനെ നമ്മൾ പിടിക്കണം. മദ്യ കച്ചവടക്കാരനെ പിടിച്ച് അവൻ്റെ ഈ പറയുന്ന ഫീസ് കുത്തനെ കൂട്ടി ഈ പറയുന്ന നിബന്ധനകൾ വർദ്ധിപ്പിച്ച് അവൻ വെറുത്ത് പണ്ടാരം അടങ്ങി മദ്യ കച്ചവടം നിർത്തി പോകുന്ന അദ്ദേഹം പറയുന്നത്. അതല്ല ഉദ്ദേശം. ഞാൻ എന്തൊക്കെ മദ്യവർജന പരിപാടികളാണ് നടപ്പിലാക്കിയതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടിയിൽ അദ്ദേഹം പറയുന്നത് എന്താ? അദ്ദേഹം പറയുന്നത് ഈ മദ്യ വ്യാപാരികൾക്ക് വഴിയാണെങ്കിലോ അത് കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്. പക്ഷേ ഇനി അതൊരു വഴിയാണെങ്കിലോ വല്ലാതെ കൂട്ടി വയ്യ, എനിക്ക് ഈ പണി വയ്യേ എന്നൊന്ന് ഇട്ടുപോയാലോ കള്ളു കച്ചവടക്കാരോ? ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി.